അസ്സലാമലൈക്കും. നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര, നിലമ്പൂര് ഭാഗത്തോട്ട് കൂടിയും വരാം, എടക്കര ഭാഗത്തോട്ടും വരാം. മരംപെട്ടിച്ചാൽ മൂത്തടം പഞ്ചായത്തിലൊക്കെയാണ് നിൽക്കുന്നത്. നല്ല അതിമനോഹരമായ നല്ലൊരു വീട്, ഏകദേശം നല്ല വില വരുന്നൊരു ഏരിയയും കൂടിയാണ് നമ്മുടെ. അതും റബ്ബറൈസർ റോഡിൽ നിന്ന് ആകെ 150 മീറ്ററുള്ളൂ ഇതിലേക്കുള്ള വൈദൂരം. മദ്രസ് തൊട്ടടുത്ത്, പള്ളി തൊട്ടടുത്ത്, ചർച്ച് നേരെ കാണുന്ന ചർച്ച്, നേരെ റോഡ് സൈഡിൽ ഫ്രണ്ട് ഭാഗം കാണുന്ന ചർച്ച്, എല്ലാം അടിപൊളിയായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ 5 സെന്റിൽ ഒരു 980 സ്ക്വയർ ഫീറ്റിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത്. വെള്ളം പൈപ്പ് ജലനദിന്റെ വെള്ളമുണ്ട്, പിന്നെ അതിൽ കിണറുണ്ട് അല്ലേ. കിണർ ബാക്ക് ഭാഗത്തുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക് വണ്ടി നിർത്താൻ, വണ്ടി മഴ കൊള്ളാത്ത രൂപത്തിൽ ഫ്രണ്ട് ഭാഗത്തൊക്കെ സീറ്റ് ഇട്ട് നല്ല സൗകര്യമുള്ള നല്ലൊരു വീടാണ്. അത് കട്ടയാണ് പതിച്ചിട്ടുണ്ട്, നല്ല ഫ്രണ്ടൊക്കെ നല്ല കട്ട പതിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ വീടാണ്. ആൾ താമസമില്ലാത്തവരുടെ ചെറിയൊരു വൃത്തികേടുണ്ടാവും, പക്ഷെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വീടെടുക്കുന്ന ആളുകൾക്ക് നല്ല ഉഷാറാക്കി പെയിൻ്റൊക്കെ അടിച്ചിപ്പോൾ നാറപ്പാടത്ത് അടിച്ചിട്ടുള്ളൂ. വേറെ വൃത്തികേടൊന്നുമില്ല. നല്ല സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമുക്ക് ആളുകൾക്ക് വന്നിരിക്കാനും നമ്മളെ സർഫത്തിൻ്റെ വർക്ക് നല്ല സ്റ്റീൽ ചായവടിയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്ത്, പിന്നെ നായൊന്ന് പൂച്ചൊന്നും കയറായിക്കാരൊക്കെ ചെറിയ പിഞ്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഗേറ്റ് അല്ലേ, നമുക്ക് സിറ്റ് ഔട്ടിൽ ചെറിയ ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഫുൾ തടിയിലൂടെയാണ് ജനാലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതും കട്ടിലും തടി തന്നെയാണ് അല്ലേ, കട്ടിലും തടിയാണ്. നല്ല കാതിലല്ലേ ഒരു ഡോറ് തന്നെ നമുക്ക് പറയാം, ഡിസൈൻ മോഡൽ വരുന്ന ഡോറ്. ഇതിന് നേരെ ഹാളിലേക്കാണ് കയറി, ലിവിൻ ഹാളിലേക്ക് കയറി ആളുകൾക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യം മുകൾ ഭാഗം സീലിംഗ് ചെയ്താട്ടോ. മുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കി, നല്ല മോഡലായിട്ട് ഫാൻ കറങ്ങുന്നിടത്ത് നല്ല സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി ടേബിൾ ഇടാനുള്ള സ്പേസും കാര്യങ്ങളും നമുക്ക് കൈ കഴുകാനുള്ള ഇത് ഡോറ് ഫ്രണ്ട് ഭാഗം കാണുന്നിടത്ത് ഇത് കാണാൻ കഴിയാത്ത രൂപത്തിൽ ഡോറ് തുറക്കുമ്പോൾ നല്ല അടിപൊളി വർക്കാണ്. മുകൾ ഭാഗത്തേക്ക് സ്റ്റെയറിൻ്റെ വർക്ക് നല്ലതാണ്, സ്റ്റീലിൻ്റെ ക്വാളിറ്റി നല്ല സ്റ്റീൽ ഉപയോഗിച്ച് മുകളിലേക്കിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ ഇതിൻ്റെ സൈഡിലായിട്ട് കോമൺ ബാത്റൂം മുകൾ ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് നല്ല കമ്പനി ക്ലോസറ്റുകളാണ് ഇതിലുള്ളത്. നല്ല അടിഭാഗം നല്ല ഗ്രിപ്പാണ് കേട്ടോ, അടിപൊളി ഗ്രിപ്പാണ് അടിഭാഗം ഉള്ളത്. പിന്നെ നല്ല ടൈൽസാണ് അടി മോഡലൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കീഴിൽ കയറി വരുമ്പോൾ ഫ്രണ്ട് ഭാഗത്തെ ഫസ്റ്റത്തെ റൂം നല്ല നീളമുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീതിയുണ്ട്. ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂം തന്നെ പറഞ്ഞ സാധ്യത ഞാൻ നിൽക്കണം അത്ര അകലച്ചയാണ്. കാരണം നമുക്കൊരു അലമാര സെറ്റ് ചെയ്യണമെങ്കിലും അത് മോഡൽ ചെയ്യാം. നല്ലൊരു വലുപ്പമുള്ള ഒരു വിശാലതയുള്ള അല്ലേ നല്ല റൂമിൻ്റെ നമുക്ക് പറയാം. അങ്ങനെ ഫസ്റ്റ് റൂം കണ്ട് ഇനി രണ്ടാമത്തെ റൂം ഉള്ളിലേക്ക് കയറുന്ന ഒരു 980 സ്ക്വയർ ഫീറ്റ് ഏകദേശം ഉണ്ടാവും അല്ലേ. ആ റൂം ഈ റൂമും ഏകദേശം ഒരേ വലുപ്പം തന്നെയാണ് അല്ലേ, നല്ല വലുപ്പമുണ്ട്. നല്ല കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്. അലമാരൊക്കെ എത്ര ദൂരെ നോക്കിങ്ങൾ, അലമാര നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യോ, ഒരു കൂറ്റം അലമാര തന്നെ പറയാം അല്ലേ. സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് അലമാര മോഡലാക്കി വലിപ്പമൊക്കെ കൊടുക്കാൻ നല്ലൊരു ഉഷാറായിട്ട് റാക്കി ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യാൻ ഉഷാറായി. പിന്നെ അതേമാതിരി ഇവിടെ നല്ലൊരു അലമാര സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എടുക്കുന്ന ആളുകൾക്ക് വീരാൻകുട്ടി കയ്യിലുണ്ടെങ്കിൽ ഉഷാറായിട്ട് ചെയ്യാം. പിന്നെ നേരെ പുറത്തോട്ട് വന്നപ്പോൾ വർക്ക് ഏരിയ, അടുക്കളയിലേക്ക് കിച്ചണിൽ വന്നപ്പോൾ ഒരു ഒതുങ്ങിയ കിച്ചൺ, ആലുവ അടുപ്പ്, പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ അടുപ്പ് വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം. പിന്നെ നമുക്ക് ടിന്നുകൾ സാധനങ്ങൾ വെക്കാൻ റാക്കുകളും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാക്കണം ഇവിടെ റാക്ക്, പിന്നെ നമുക്ക് പാത്രം കേൾക്കാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം ടിന്നും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും. പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് നേരെ പുറത്തോട്ടുള്ള വർക്ക് ഏരിയ ഉണ്ടല്ലേ, നമുക്ക് പൈപ്പും കാര്യങ്ങളും ഇതെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഒക്കെ അത് കൊടുക്കാനുള്ള നല്ല സെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തോട്ട് സീറ്റ് ഇട്ടിട്ട് നമുക്ക് അലക്കാനുള്ള ഒരു ഇതാണ്, തൊട്ടപ്പുറത്ത് അലക്കാനുള്ള കല്ല് അവിടെ തന്നെ ഉണ്ട്. പിന്നെ നല്ല സൗകര്യമുണ്ട്, ഫുള്ള് ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കി. പിന്നെ പുറത്തോട്ടുള്ള കിണർ, നല്ല അടിപൊളി കിണർ, 9ൻ്റെ റിങ് വെച്ച് വാർത്ത റിങ്, അത്യാവശ്യം നല്ല സൂപ്പർ വെള്ളമാണ്. അതിൽ എന്താ വെള്ളം പറ്റാത്ത കിണറാണ്. പുറം ഭാഗമൊക്കെ ഫുള്ള് തേച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ അലക്കിടാനും എല്ലാം സൗകര്യം കേട്ടോ. എല്ലാം മൊത്തം സീറ്റ് ഇട്ടിട്ടുണ്ട്, നമുക്ക് അലക്കിടാനും എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്. മുകൾ ഭാഗത്ത് കയറി അങ്ങ് കാണാം. പുറത്തോട്ട് പുതിയൊരു ബാത്റൂം എടുത്തതാണ് തോന്നുന്നല്ലേ. ഇത് നല്ലൊരു ബാത്റൂം ഇവിടെ കണ്ട സൂപ്പറായിട്ടുള്ള ബാത്റൂം. മുകൾ ഭാഗം മുക്കാൻ പേരെ ടൈലിട്ടിട്ടുണ്ട്, ക്രിപ്പായിട്ടുള്ള സാധാ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, വീട് 2 ഭാഗത്ത് കുറേ സ്പേസ് തന്നെയാണ്. അവിടെ ആ സൈഡും ആകെ കാണാം, ഈ സൈഡിലും അത്യാവശ്യം. ഇവിടെ ഒന്നുകൂടി ആ കയറി വരുമ്പോൾ ഇടത് ഭാഗത്താണ് സ്പേസ് കൂടുതൽ, വലത് ഭാഗത്താണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തൈകൾ ഇതാക്കണമെങ്കിലൊക്കെ. പിന്നെ അതേമാതിരി എല്ലാ ഭാഗത്തും തേച്ചുകൾ
എല്ലാ ഭാഗത്തും തേച്ചിന്. ഏകദേശം ഇവിടെ വരെ സിറ്റ് ഔട്ടിൻ്റെ ഈ തല വരെ കട്ട പതിച്ചിട്ടുണ്ട്. നല്ല നമുക്ക് ചെടികൾ കുഴിച്ചിടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ്. ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ 150 മീറ്ററുള്ളൂ കേട്ടോ. പിന്നെ സ്കൂള് ഫാത്തിമ കോളേജൊക്കെ കേരളത്തിൽ ഏറ്റവും ടോപ്പ് പേര് കേട്ട കോളേജാണ് ഫാത്തിമ കോളേജ്. പിന്നെ അതേമാതിരി ഗവൺമെൻറ് സ്കൂളൊക്കെ തൊട്ടടുത്ത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കൂൾ അല്ലേ, 1.5-2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അല്ലേ, അത്ര തന്നെ 1.5-1.25 ഉണ്ട്, 2 അതിൻ്റെ ഇടയിലാണ് സ്കൂളിലേക്ക് ഗവൺമെൻറ് സ്കൂൾ. ഫാത്തിമ കോളേജിലേക്ക് ആകെ 1 കിലോമീറ്റർ ഉള്ളൂ. ഫാത്തിമ കോളേജിലേക്ക് 1 കിലോമീറ്റർ ഉള്ളൂ. എല്ലാം സൗകര്യത്തിൽ അങ്ങാടിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 150 മീറ്റർ അങ്ങാടി. നല്ല ഒരു ഏരിയയും കൂടിയാണ്. വെള്ളം കയറുന്ന സ്ഥലമല്ല, കര ഭൂമിയാണ്. നല്ല ബസ് റൂട്ട് വണ്ടി വാഹനങ്ങളൊക്കെ നേരെ നമ്മുടെ മുന്നിലേക്ക് വീടിൻ്റെ മുറ്റത്തേക്ക് എത്തും അല്ലേ. നല്ല സൗകര്യമുണ്ട്. പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്കും, മുകളിൽ വാർപ്പല്ല കേട്ടോ, സീറ്റാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ആകെ ഇതിന് ചോദിക്കുന്നത് 980 സ്ക്വയർ ഫീറ്റിന് ഈ വീടിന് ചോദിക്കുന്നത് ആകെ 22 ലക്ഷം രൂപ അല്ലേ. ചോദിക്കുന്നത് 22 ലക്ഷം രൂപ. പിന്നെ ചെറുതായിട്ടൊരു കച്ചവടക്കല്ലേ, ചെറുതായിട്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി വിടുക. ഓക്കെ.